ഇത്തവണത്തെ ശിവരാത്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു കേട്ടോ. രാവിലെയും വൈകുന്നേരത്തൊക്കെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി. അപ്പം നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ പോയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈകുന്നേരത്ത് നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴേക്കും ഭജന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ഭരതനാട്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഭജനയായിരുന്നു. അപ്പോൾ ഭജന കുറേ നേരം കണ്ടു. അതിൻ്റെ ഇടയിൽ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുവിനും കിലുവിനും ഒക്കെ മുന്നിൽ പോയിരിക്കണമെന്ന് പറഞ്ഞാൽ മുന്നിലാണെന്നുണ്ട് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കസാരയൊക്കെ വന്ന് അപ്പോൾ പിന്നെ കുടുവിനും കിലുവിനും മുന്നിൽ തന്നെ കൊണ്ടിരുത്തി. കിലു കുറേ നേരം ഭജന കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിലുവിന് ഉറക്കം വരുന്നിട്ട് വന്നിട്ട് വണ്ടി കയറി കിടന്നിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അന്നദാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് കഞ്ഞി, നല്ല ചൂടുള്ള ഗോതമ്പ് കഞ്ഞിയും പച്ചക്കായയുടെ ഉപ്പേരിയും അച്ചാറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ നോർമൽ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒരിക്കലൊക്കെ എടുത്തതുകൊണ്ട് ഗോതമ്പ് കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഇപ്പോഴും വായിൽ ആ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈകുട്ടികൾക്കുള്ള ചേച്ചിമാരൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2 കൈകുട്ടികളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കൈകുട്ടികളി നേരിട്ട് കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുടുവിൻ്റെയും കിലുവിൻ്റെയും ഫ്രണ്ടാട്ടോ, ദക്ഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ കൈകുട്ടികളിൽ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവളും അവളുടെ അമ്മയും അവളുടെ ചെറിയമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൈകുട്ടികളിയിൽ. അവർ ഫാമിലി മൊത്തമായിട്ട് കൈകുട്ടികളിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്കുണ്ടല്ലോ കൈകുട്ടികളെ കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. എനിക്ക് കയറി കളിക്കാനൊക്കെ തോന്നി. ഇനി ആരെങ്കിലും വിളിച്ചാൽ ഞാനും കൈകുട്ടികളിലേക്കൊക്കെ പോകട്ടോ. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്തൊരു എനർജി എന്നറിയോ. പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ചാടി തുള്ളുമ്പോൾ എനിക്കും പിന്നാലെ തുള്ളാൻ തോന്നി. അടിപൊളിയായിട്ടുള്ള ശിവരാത്രി ആയിരുന്നു ഇന്ന്. അപ്പോൾ ടാറ്റ.